ഞങ്ങളുടെ കുടുംബം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഈ മക്കളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. ദൂരത്തു നിന്നും ചാരത്തു നിന്നും ഇന്ന് ഈ പള്ളിയിൽ വന്നിരിക്കുന്നു, വീടുകളിൽ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്നതായിട്ട് എല്ലാവരോടുമുള്ള നന്ദിയെ, സ്നേഹത്തെ, കടപ്പാടിനെ കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആഗ്രഹിച്ചു. ഒന്ന് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച അനേകം ആൾക്കാരുണ്ട്. ഞാൻ അല്പം മുമ്പ് എൻ്റെ വൈഫിനെ വിളിച്ചു. ഈ വീഡിയോ എടുക്കുന്ന ഓടി കണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ. വേൾഡ് വൈഡ് ഈ സഹോദരനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. കളർ പ്രിപ്പയർ ചെയ്തവർ, പന്തല് കറക്റ്റ് ചെയ്തവർ, സൗണ്ട്, ലൈറ്റ്, കാര്യങ്ങളായാലും അനുഗ്രഹമായാലും എല്ലാവരോടുള്ള നന്ദിയെ പ്രചരിപ്പിക്കുന്നു. ഒരു വ്യക്തിയോട് പറഞ്ഞത് ഞാൻ വാക്ക് ഉദ്ദേശിക്കാം. ഇതിൻ്റെ എല്ലാം ഇവൻ മാനേജറായിട്ട് പ്രവർത്തിച്ചത് തമ്പിയാണ്. നിങ്ങൾ കണ്ടു കാണാൻ ഞാൻ എപ്പോഴും എടുക്കുന്നു. തമ്പിയോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ഇതിന് ശേഷം സ്നാക്സ് കൊടുക്കുന്നതാണ്. അതിനുശേഷം ദൂരത്തു നിന്നും ചേർത്ത് വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളും ഭവനത്തിൽ വന്നതിന് ശേഷമേ പോകാവൂ. നിങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. അനുഗ്രഹകരമായ ശുശ്രൂഷത്തോളം പൂർത്തീകരിക്കാൻ സഹായിച്ചല്ലോ. എൻ്റെ അവസാന ഭാഗം തെരുതേരിയിൽ വെച്ചുള്ള ചുരുങ്ങിയ സമയമുള്ള ശുശ്രൂഷയാണ്. യാദൃശ്ചിക യോഗ മഴയുടെ ആനുകൂല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഈ ശുശ്രൂഷ അവസാനിക്കുന്ന ഈ പ്രിയപ്പെട്ട മുല്ലശ്ശേരിമാണി എരിയാമാണി അമ്മച്ചി വന്ന് കാണുന്ന നാൾ മുതൽ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രത്യേകതകൾ കേട്ടറിഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ദൈവനാമത്തിൽ വരുന്ന എല്ലാവരെയും ശുശ്രൂഷകരെയും സത്പ്രകാരെയും ഒക്കെ സ്നേഹിക്കുന്നു കണ്ടറിയാൻ കഴിയും. കണ്ടാനുഭവത്തിലൂടെ കാണാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട അമ്മച്ചി പ്രാർത്ഥനയോട് ഉള്ള ഒരു പ്രത്യേക താല്പര്യം. എത്ര അവശതയിലായിരിക്കുമ്പോൾ പലതവണ ശാരീരികമായ ക്ഷേമം പദ്ധതിപ്പോഴൊക്കെ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അർത്ഥബോധാവസ്ഥയിലും കൈ ഉയർത്തി തുണി തലയിടാൻ ശ്രമിക്കുന്ന അമ്മച്ചിയുടെ ഉള്ളിലെ പ്രാർത്ഥനയോട് ദൈവത്തോടുള്ള മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതാനുഭവം സ്വർഗത്തിലെ ഈ ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഇതൊരു ഭൂമധ്യയുടെ അനുഭവമായിരുന്നു എന്ന് പറയാം. അമ്മച്ചിയുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കും ലഭിക്കാതെ പോകുന്നതുമായ വലിയ ഭാഗ്യം അമ്മച്ചിയുടെ മക്കളുടെ സ്നേഹത്തിൽ കരുതൽ ശുശ്രൂഷ. അമ്മച്ചി ലോകത്തെയും മറ്റുള്ളവരെയും ദൈവത്തെ സ്നേഹിച്ചപ്പോൾ അമ്മച്ചിക്ക് ആ സ്നേഹം തിരികെ പോവാൻ ദൈവം തന്നെ മക്കളുടെ എല്ലാവർക്കും മക്കൾക്ക് മാത്രമല്ലല്ലോ മക്കളെ ചെയ്യുമ്പോൾ മക്കളുടെ മരുമക്കളും കുടുംബം കുഞ്ഞുമക്കളും ഒക്കെ അതിന് വേണ്ടതായ പിന്തുണ നൽകുന്നവരാണ്. അവരുടെ കൂടെയൊക്കെ ഇത്രമാത്രം സ്നേഹം അനുഭവിച്ച മാതാവിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവസാനത്തിന്റെ ഒട്ടും വകയിലൊടുവിലുണ്ടായ സമയത്ത് കൃഷ്ണമണി അല്പം ചലിപ്പിക്കുന്ന സമയത്ത് അമ്മച്ചി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണമണി ചലിച്ചതായിട്ടാണ് എനിക്ക് അനുഭവമാക്കിയത്. ഒന്ന് രണ്ട് തവണ വിളിച്ചു കുർബാനയുടെ വീട്ടിൽ അനുഷ്ഠിക്കുവാനും അതിൽ അറിവോടും സുബോധത്തോടും കൂടെ പങ്കെടുക്കുവാനും അമ്മച്ചി കഴിഞ്ഞു. തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ആ ഭാഗ്യം തന്നെ ജീവിതത്തെ സന്തോഷിക്കുകയും ഞങ്ങൾക്കും അമ്മച്ചിയുടെ ആ സ്നേഹാപാശുവായി അനുഭവിക്കാൻ സാധിച്ചതിൽ കുടുംബമായുള്ള ദിവസം നിങ്ങളുടെ കുടുംബത്തിലെ പങ്കുചേരുകയും നിങ്ങളുടെ ആശ്വാസം പ്രാർത്ഥിക്കുകയും തുടർന്ന് ദൈവം ഞങ്ങളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥന വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സമയത്തിന്റെ ദീർഘമായതുകൊണ്ട് കാര്യം ഒരു വാക്ക് പറയണമെന്ന് പറഞ്ഞിരുന്നു. അവസാനം ഞാൻ വിളിച്ചിരുന്നു. സമയം ദീർഘമായതുകൊണ്ട് കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചല്ലോ. രാജുവിന്റെ സേവനം ഭവനത്തിന് വളരെയേറെ പ്രയോജനകരം, വളരെ ക്രിസ്തീയ കൂട്ടായ്മയുടെ സന്തോഷം നൽകിയ അനുഭവമാണ് പരാമർശിച്ചല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവിധമായ നൽകിയല്ലോ. ഇപ്പോൾ നമുക്കിനി ഇവിടുത്തെ പുഷ്പങ്ങളെ മാറ്റി ഒതുക്കിയ ശേഷം ഇപ്പോൾ എടുത്ത് ഈ ഭാഗത്തുള്ള ഇതിനത്തെ കല്ലറയ്ക്ക് അടുത്ത് വെച്ചുള്ള അവസാന ശുശ്രൂഷ കൂടെ ഈ ശുശ്രൂഷ പൂർണ്ണമാകും. അതിനുശേഷം ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കും അവർക്ക് ഭവനം ക്രമീകരിച്ചിരിക്കുന്ന ചായയും ഭക്ഷണവുമുണ്ട്. ദൂരെ നിന്ന് വന്നവരും അടുത്തുള്ളവരും ഒക്കെ വീട്ടിൽ ഭവനത്തിൽ അത് കൂടാതെ ഉച്ച സമയമായിരുന്നല്ലോ ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അവരവരുടെ സൗകര്യാർത്ഥവും അവരുടെ ആവശ്യാർത്ഥവും ഇതിൽ പങ്കെടുക്കാം. അതിന് ശേഷമുള്ള കുടുംബ പ്രാർത്ഥന, അതിനുശേഷമുള്ള ഭവനത്തിൽ വെച്ചുള്ള പൊതുപ്രാർത്ഥന ഞായറാഴ്ച ദിവസം 4 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണെന്നുള്ളതും ഈ സമയത്ത് ഹൃദയമായിട്ട് അസൗകര്യങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. സംബന്ധിക്കുന്നതിൽ നമുക്ക് തുടങ്ങിയ സാന്നിധ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നോക്കാം. അംഗീകരിക്കാം. Shobhai
നാദൻ വാസം നാമോർക്കുരുത്തി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൻ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഏകം രോദനമങ്ങില്ലല്ലോ നിത്യം മരിച്ചവളെ മണ്ണിലെ കൈകുന്നു സ്നേഹിച്ചവളെ ശോകത്തോടകുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാരും മുറയിടുമ്പോൾ പൊഴിക്കും മുഴുവനും ഇരയാകാനയക്കുന്നു മാർഗനോടെ നാളുകൾ പുല്ലിനും വെള്ളത്തിലെ കുമിളയ്ക്കും തുല്യമെന്നും ചേർത്തു ചൊല്ലി തിരുവേദം ഓർത്തുകൊള്ളി സത്യമിത് പാർത്തലത്തിൽ നിത്യമായി പാർത്തിടാമെന്നോർക്കരുതേ എപ്പോഴോ നിന്നെയും വിളിച്ചിടുന്നു സർവേശം അപ്പോഴേ നീയും പോയിടും ഈ വണ്ണം ഇപ്പോൾ അനുദപിച്ചിടുക ഇപ്പോൾ വീണ്ടും ജനിക്കാം ഇപ്പോഴല്ലോ ഇഷ്ടകാലം ഇപ്പോൾ താൻ രക്ഷയുന്ന ആദാമിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് ആദാതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. മുഖം മൂടുന്ന സ്ഥലമാണ് മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരുന്ന മനുഷ്യവർഗത്തെ കുറിച്ച് ചെയ്ത ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന തലവകളെ കണ്ടു. അതിനുള്ളിലെല്ലാത്ത ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇതിനെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനം എങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നതും രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതും ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതും എന്തിന്? ഇതാകുന്നു നമ്മുടെയും അവസാനം എങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതും ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതും എന്തിന്? യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതും എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ വിഗ്രഹങ്ങളോട് കൂടെ നീ വന്നു മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും
അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തവാടി പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന നാമത്തിൽ പറയണം. ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശിംശിയായ എൻ്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും ഞങ്ങളുടെ നമസ്കാരം പ്രസാദകരും ഞങ്ങളുടെ അപേക്ഷണങ്ങൾ സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ സഹായങ്ങളും കൃപകളും ദൈവികമായ സർവദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതായവർക്ക് ആവശ്യത്തിലേക്കും പാർക്കുമായി ശുശ്രൂഷയും ഞങ്ങളോടുകൂടി സംബന്ധിച്ചുള്ള എല്ലാവരെയും ദൈവമായി അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പരിശുദ്ധമായ ബലഹീനവും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ വിശ്വാസത്തിനും ഭാഗ്യം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മൺമയമാം ഈ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും.
7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ.